ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മിക്ക സൺഡേസും ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. കാരണം അത് കഴിഞ്ഞ് മൺഡേ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ബെഡെല്ലാം റെഡിയാക്കി, പിന്നെ നമ്മൾ ഒരു വാം വാട്ടറാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട്. പിന്നെ 2 ഈത്തപ്പഴം അല്ലെങ്കിൽ ബദാമൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് 2 ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ കഴിക്കാറ്. അപ്പോഴത്തേനും നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നമ്മൾ ഡെസ്ക് മേക്ക് ഓവറായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, സംഭവം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നി, അപ്പോൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് സംഭവം, നമ്മുടെ പെൻ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയം തൊട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് പറ്റിയ ടൈമും സാധനങ്ങളും ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെൻ ഹോൾഡർ അതിനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു കോർണർ സെറ്റപ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡെസ്ക് മേക്ക് ഓവർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്ക് ഏകദേശം 124 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓഫേഴ്സും കാര്യങ്ങളും എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 151 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ അതൊക്കെ സെറ്റാക്കി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പൊട്ടാറ്റോ കറിയായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും 3 എണ്ണമാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അതും മസാലക്കറി എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഏരിയയിലോട്ട് പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയോ ഫോണോ കാണുന്നത് ഒരു ശീലമാണ് കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അപ്പോൾ ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രാമയൊക്കെ കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഗായ്സ്, ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഡെസ്ക് മേക്ക് ഓവർ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്നെയും കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലേ മിറർ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഏകദേശം 11-12 മണിയായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൗണിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ്സും അതുപോലെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഉമ്മാക്ക് അതുപോലെ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ഫാൻസിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് മെയിനായിട്ട് വാങ്ങാനുണ്ടായിരുന്നത് ക്ലിപ്സാണ്. കാരണം ഞാൻ കോളേജിൽ പോകുമ്പോൾ ക്ലിപ്പ് കുത്തിയിട്ടാണ് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെയാണ് ഞാൻ ഏകദേശം നോക്കിയത്. അപ്പോൾ അതുപോലത്തെ ക്ലിപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് തിരഞ്ഞ് കിട്ടി. അങ്ങനെ സെക്കൻഡ് സ്റ്റഡിനായിട്ടുള്ള തിരച്ചിലാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്കൊരുപാട് സെക്കൻഡ് സ്റ്റഡ്സ് ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ചേച്ചി നമുക്കൊരു ഡെപ്പന്നെ കൊണ്ടുവന്ന് തന്നു. നിങ്ങളിതിൽ ഇഷ്ടപ്പെട്ട എടുത്തോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടും. അപ്പോൾ ഇമ്മ തരുന്ന സമയത്ത് ഞാൻ അവിടേക്ക് വീഡിയോ എടുക്കുമായിരുന്നു. അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വീട്ടിലെത്തിയിട്ട് ലഞ്ചെല്ലാം കഴിച്ച് ഒരു ബുക്ക് വായിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, സമ്മർ ഓഫ് ബ്രോക്കൺ റൂൾസ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ. വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം എൻ്റെ അലക്കി കഴിഞ്ഞ തുണികളെല്ലാം എനിക്ക് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ സൺഡേസും ഇങ്ങനെ തന്നെ ആയിരിക്കും, എന്തെങ്കിലും എല്ലാം ചെയ്യാനുണ്ടാവും കേട്ടോ. കാരണം ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞതെല്ലാം വീട്ടിൽ കാണാനുണ്ടാവും. അപ്പോൾ സൺഡേസാണ് ഞാൻ മിക്കവാറും ക്ലീനിങ്ങിനായാലും സെൽഫ് കെയറിനായാലും ഒക്കെ ഉപയോഗിക്കാറും. അപ്പോൾ സൺഡേ എൻ്റെ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കും. കാരണം പിന്നെ മൺഡേ തൊട്ടിട്ട് നമുക്ക് ബിസി ആയിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് കുറച്ച് തുണികൾ തന്നെയായിരുന്നു മടക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്തു. പാട്ടൊക്കെ കേട്ട് പണിയെടുക്കുമ്പോൾ വല്ലാത്തൊരു സുഖം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും സൺഡേ ഏകദേശം ഇങ്ങനെയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.